ഇത് ബ്രൈമൂറിലുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു തേയില ഫാക്ടറിയാണ് കേട്ടോ. 1883 AD ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ച ഒരു തേയിലയുടെ ഫാക്ടറി ഉണ്ടോ. വളരെ സാറേ ഈ ഫാക്ടറിയെ കുറിച്ച് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. 1883 അവരുടെ കാലത്തുള്ള നിർമ്മാണമാണ്. ഈ കാണുന്നത് ഈ കണക്ഷൻ, അതായത് ഈ ബെൽറ്റുകൾ കൊടുക്കുന്ന ഈ 120 അടി നീളം വരെ ഇത് ഉണ്ട്. 120 അടി നീളം വരെ ഉണ്ട്. കംപ്ലീറ്റ് ബെൽറ്റും ഇതിൽ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ശരി. കാരണം ഇത് ഈ പുഴയുടെ മുകളിൽ ഒരു ഡാം അവർ കെട്ടി വെള്ളം നിർത്തി ബ്രിട്ടീഷുകാർ അത് ഈ ഇടത് സൈഡ് കാണുന്ന മലയിൽ വെള്ളം കൊണ്ടുവരികയും അവിടെ നിന്ന് ടാങ്ക് കെട്ടി അവിടെ ശേഖരിച്ച് അവിടെ നിന്ന് പൈപ്പ് വഴി ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടു. ടർബൈൻ കറങ്ങിയാണ് ഇത് പ്രവർത്തിച്ചത്, കറണ്ട് ഉപയോഗിച്ചല്ല. ഇത് കറണ്ട് ഉപയോഗിച്ചല്ലേ? ഓ, ഈ കമ്പനിക്ക്. അപ്പൊ അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. ഒറ്റ പൈപ്പ് അറ്റം വരെ ശ്രദ്ധിക്കണം. ഇതിൽ നിന്നാണ് ഈ ഫാക്ടറിയിലുള്ള സർവ്വ മിഷനറിയും പ്രവർത്തിക്കേണ്ടത്. അത് ശരി. അപ്പം ബ്രിട്ടീഷുകാരുടെ നമ്മുടെ ഒരു ഭയങ്കര ഒരു എഞ്ചിനീയറിംഗ് കേട്ടോ. ഈ ഫാക്ടറി പ്രവർത്തിക്കാൻ 1888 വൈദ്യുതി വേണ്ടായിരുന്നു. 83 AD 1883 വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു തേയില ഫാക്ടറിയാണ് കേട്ടോ ഇത് അന്നത്തെ കാലത്തെ. ഇതിൻ്റെ അടുപ്പാന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മുകളത്തെ നിലയിൽ പച്ച ഇല കൊണ്ടുവന്ന്, അതായത് കൊളുന്ന് കൊണ്ടുവന്ന് അവിടെ ചാക്ക് പാവിയിട്ടുണ്ട്. ഈ ഇത്രയും നീളത്തിൽ, അതായത് 120 അടി നീളത്തിൽ ചാക്ക് പാവിട്ടുണ്ട്. അത് മുകളിലോട്ട് കയറി നിന്നാൽ കാണാൻ പറ്റുന്നതാണ്. അവിടെ തേയില ഇട്ടിട്ട് ഈ 2 അടുപ്പ് കൂടെ കത്തിക്കുന്നു. ഈ അടുപ്പ് കത്തിയാൽ തന്നെ തീ പിടിക്കാൻ നമുക്ക് ഊതാൻ പറ്റുമോ? അതിനുള്ള ബെൽറ്റും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര എഞ്ചിനീയറിംഗ് ആ ഒരു കാലത്തെ ഉണ്ട്. നോക്കണം, ഇവിടെ തന്നെ നോക്കണം. അപ്പൊ ഈ എല്ലാം ഒരു നീളത്തിൽ കാണുന്ന ഒരു റാഡ് ഇങ്ങനെ അത്രയും ഇത് ഒരുപാട് മിഷനറികൾക്ക് ഡ്രൈവ് കൊടുക്കുന്ന ഒരു സ്റ്റീലിൻ്റെ റോഡാണ്. ഈ റാഡിൽ നിന്നാണ് എല്ലാ മിഷനറികളും പ്രവർത്തിക്കുന്നത്. കണ്ട് ഈ വലിയ മിഷൻ പ്രവർത്തിക്കും. ഈ തീ കത്തിക്കാനുള്ള ഫാൻ വലിയ ബോയിലറുണ്ട് അല്ലേ? കുഴലെന്ന് പറയുന്നത് പുക വെളിയിലിട്ട് പോകാം. ശരി. ഈ ചെറിയ പൈപ്പ് കണ്ട നമുക്കിതിനകത്ത് ഇതാണ് കണ്ടേ. ഞാനതൊന്ന് കാണിച്ചു തരാം. ആണ്ടേ ബ്രിട്ടീഷുകാരുടെ നിർമ്മാണത്തിൻ്റെ ഗുണം കണ്ടോ? അതുകൊണ്ട് ഇതൊന്നും അഡ്രസ് നോക്കണം. അത് തന്നെ നോക്കാം കമ്പനിയുടെ. ഇത് നമുക്ക് അയർലൻഡിൻ്റെ മിഷനാണ്. അയർലൻഡ്. അപ്പോൾ ഇത്രയും വളരെ പുരാതനമായിട്ടുള്ള ഒരു പറയപ്പെടുന്നുണ്ട്. എന്താ റോദ. ഈ റോദയിലാണ് ഈ തേയില അരയ്ക്കുന്നത്. ഈ തേയില എങ്ങനെ ഇവിടെ വരണം എന്ന് വെച്ചാൽ, പഴയ കാലത്ത് മരുന്നിൽ ആളുണ്ട്, അവരറിയാൻ വേണ്ടിയുള്ള മണിയറിയാം. ഈ ശബ്ദം അവർ എണ്ണവും കണക്കൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് കൊട്ടിക്കൊടുക്കുമ്പോൾ മേളിലിരിക്കുന്ന ആളുകൾ ഈ കാണുന്ന വരി തേയില താഴെ വരുന്നു. ഈ മെഷീനിൽ അരച്ചിട്ട് ഈ ഇടത് സൈഡ് കാണുന്ന ഈ പൊടിലേക്ക് വായു ഇടയനെ ഓരോ ഗ്രേഡ് ആക്കൂല്ലേ? എന്നിട്ടില്ല, ഇവിടെ അത് അവിടെ നിന്ന് അതിനെ ചതച്ചെടുത്ത് ഇതിലോട്ടിട്ട് ഈ കാറ്റ് കൊണ്ട് ഈ തേയില ഉണങ്ങേണ്ട. ഉണങ്ങിയിട്ട് ഈ മെഷീനിലോട്ട് കയറ്റി അരയ്ക്കുന്നു. അരച്ചിട്ട് പിന്നെ അടുത്ത റൂംസിലോട്ട് പോയാണ് ക്വാളിറ്റി തിരിഞ്ഞു വരുന്നത്. ശരി. ഇതെല്ലാം നമ്മൾ ആദ്യം കാണിച്ച റാഡ് പോയേക്കുന്നുണ്ടോ? ഇതെല്ലാം ഈ റോഡിനകത്താണ് ഈ മെഷീനെല്ലാം പ്രവർത്തിക്കുന്നത്. വൈദ്യുതി ഇല്ലാതെ 1883 AD വർക്ക് ചെയ്ത മെഷീനാണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ്. നമ്മൾ ഇനി ഇതിനകത്ത് ഒരുപാട് നമ്മൾ പുതിയ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് അന്നത്തെ കാലത്തെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ഒരു ജനറേറ്ററാണ് കേട്ടോ. വർഷങ്ങളുടെ പഴക്കമുള്ളൊരു ജനറേറ്റർ. ഇപ്പം ഇതിന് ഡ്രൈവ് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ മോളിൽ നിന്നാണ്. കണ്ടോ അന്നത്തെ ഒരു വലിയ പൽച്ചക്രം കാര്യങ്ങൾ കണ്ടോ? ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള
വലിയ ചക്രങ്ങളും. ഒരു സ്റ്റേ പാർട്ടിയുണ്ട്. ബാക്കി നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടെ, രാവിലെ പോട്ടെ. ഞങ്ങൾ കണ്ട് ഇതിനകത്തൊക്കെ ഒന്ന് കയറി നോക്കാം. ആ, ഇതിനകത്തോട്ടൊക്കെ ഒന്ന് കയറാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങളാട്ടോ.